അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, മൻ അഹഖുന്നാസി ബിഹുസ്നി സ്വഹാബത്തി. നബിയെ, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ മനുഷ്യരിൽ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട്. എന്ന വ്യക്തി വീണ്ടും ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോട്? അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട്. മൂന്നാമതും ആ വ്യക്തി ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോട്? അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട്. നാലാമതും ആ വ്യക്തി ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോട്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സുമ്മ അബൂക്ക, പിന്നെ നിൻ്റെ ഉപ്പയോട്. അപ്പോൾ 3 പ്രാവശ്യം ഉമ്മയും 4ാമത് മാത്രം പിതാവ് പോലും വരുന്ന സുഹൃതത്തിൻ്റെ പേരാണ് ഉമ്മ. തീർത്താലും തീരാത്ത കടപ്പാടിൻ്റെ പേരാണ് ഉമ്മ. ഒരു ഉമ്മക്ക് മാത്രം അവകാശപ്പെടാവുന്ന 3 നന്മകൾ നമ്മുടെയൊക്കെ ഉമ്മമാർ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. 9 മാസവും ചില്ലറ ദിവസവും പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ച് നമ്മളെ ഗർഭം ചുമന്ന് നടന്നു. മരണത്തിൻ്റെ പാതി വേദന സഹിച്ചാണ് അവർ നമ്മളെ പ്രസവിച്ചത്. 2 വർഷം നമ്മളെ പാലൂട്ടി. ജീവിതത്തിൻ്റെ ഫലമാണ് ഉപ്പ. പ്രത്യേകിച്ചൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൻ്റെ പകുതിയും നമുക്ക് പകുത്ത് നൽകാൻ, അവരുടെ യുവത്വവും ആ യുവത്വത്തിലെ അധ്വാനവും നമുക്ക് വേണ്ടി നൽകിയതാണ്. അറേബ്യൻ മണൽക്കാടുകളിലെ ആ കൊടുംചൂടിൽ പ്രയാസപ്പെടുന്ന ആ സാധു മനുഷ്യനോട്, എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആ സാധു മനുഷ്യന് നൽകാനുള്ള ഉത്തരം മക്കൾക്ക് വേണ്ടി എന്നാണ്, കുടുംബത്തിന് വേണ്ടി എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കലും അവരോട് ഏറ്റവും മയമായി പെരുമാറലും വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കലും നമ്മളുടെ ബാധ്യതയാണ്. വൃദ്ധരായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേ ഭക്ഷണമോ കുറേ വസ്ത്രമോ കുറേ പണമൊന്നുമല്ല ആവശ്യം. അവർക്ക് വേണ്ടത് പരിഗണനയാണ്, സ്നേഹമാണ്. വൃദ്ധയായ ഉമ്മയുടെ അടുത്ത് കുറേ ദൂരെ നിന്ന് ഉമ്മ സുഖല്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളും അവർക്കുണ്ടാവും. നേരെ മറിച്ച് അവരുടെ അടുത്ത് ചെന്നൊന്നിരുന്ന് അവരെ നമുക്ക് വേണ്ടി അധ്വാനിച്ച് തയമ്പ് പിടിച്ച അവരുടെ കൈകളെടുത്തൊന്ന് തലോടി സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞ് ആ ചുളിഞ്ഞ നെറ്റിയിലൊരു സ്നേഹചുംബനം നൽകിയാൽ ആ കണ്ണിൽ സന്തോഷത്തിൻ്റെ തിളക്കം കാണാം. ആ കണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെ പുണ്യബാഷ്പം ഒഴുകുന്നത് കാണാം. ആ സന്തോഷത്തിൻ്റെ കണ്ണുനീർ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വാതിൽ തുറക്കുന്നത്. മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം. പ്രിയമുള്ളവരെ, ഉപ്പ സ്വർഗത്തിൻ്റെ വാതിലാണ്. ആ സ്വർഗത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതിനും അവരെ അനുസരിക്കുന്നതിനും അവർക്ക് വേദനിക്കുമ്പോൾ തടവിക്കൊടുക്കുന്നതിനും അവരുടെ വായിലേക്ക് ഭക്ഷണത്തിൻ്റെ ഉരുള വെച്ചു കൊടുക്കുന്നതിനും അവർ കാഷ്ടിച്ചതും മൂത്രിച്ചതും കഴുകി വൃത്തിയാക്കുന്നതിനും അള്ളാഹു പകരമായി നൽകുന്നത് സ്വർഗമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടമാകുന്നതും സ്വർഗമാണ്. മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്ന നല്ല മക്കളാകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.